ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് എത്തിക്കുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുന്നതാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം നിങ്ങളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രഗിൾ തന്നു അത്രത്തോളം വിജയവും നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ ഐസൊലേഷനിൽ ഇരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം ഇത് എന്ത് ലൈഫാണ്, എപ്പോഴും എനിക്ക് സ്ട്രഗിൾ മാത്രമാണോ ലഭിക്കുന്നത്, എനിക്കൊരു സന്തോഷമോ എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതമോ ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങളുടെ പരിഭവം ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഈ സമയം നിങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ മനുഷ്യന് കരയാതെ അല്ലാതെ വേറെ എന്താ മാർഗം? ആരും സഹായിക്കാനില്ല. അപ്പോൾ ദൈവമേ നമുക്ക് കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, അതായത് ആ ഒരു ആഗ്രഹം സാധിച്ചാൽ യൂണിവേഴ്സിന് സാധിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു, എൻ്റെ ആഗ്രഹം സാധിക്കത്തില്ല, യൂണിവേഴ്സിന് ആ ആഗ്രഹം സാധിച്ചാൽ പറ്റത്തില്ലായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചു. ഇവിടെ ഏതോ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ആഗ്രഹം സാധിച്ചാൽ യൂണിവേഴ്സിന് പറ്റത്തില്ല എന്ന് ഈ കാണുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു പരിഭവം എന്തായാലും ദൈവം വളരെ സ്നേഹപൂർവ്വം ആ ഒരു പരിഭവം മാറ്റി തരുന്നതാണ്. അതായത് മോളെ അല്ലെങ്കിൽ മോനെ, നീ ഒരിക്കലും വിഷമിക്കരുത്, എനിക്ക് സാധിച്ചു തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്തില്ല, സമയമാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് സാധിച്ചു തരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കാം, പക്ഷേ യൂണിവേഴ്സ് എന്ന് പറയുന്ന അനന്തമായിട്ടുള്ള ഒരു ഇതാണ്. ആ യൂണിവേഴ്സിൻ്റെ കയ്യിലില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറുതായിരിക്കും, പക്ഷേ യൂണിവേഴ്സ് നമുക്ക് തരുന്നത് വളരെ വലുതായിരിക്കും. കാരണം ഈ ഒരു പൂർണ്ണ ബ്രഹ്മാണ്ടവും നമുക്ക് സന്തോഷം തരണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് തരുന്ന സന്തോഷം അത്രയ്ക്ക് വലുതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി ഒരു 90% ഇപ്പോൾ അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ പാസ്റ്റിലുള്ളതിനെയും കാട്ടി ഇപ്പോൾ ഒരു 90% നെഗറ്റിവിറ്റിയും അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു ശുഭത ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗ്രഹങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് ഒരു നല്ലത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ എന്തോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു, അത് കാരണം നെഗറ്റിവിറ്റിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട അവസ്ഥ വന്നു. ഭയങ്കര വലിയൊരു നെഗറ്റിവിറ്റി ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. ഓരോ നെഗറ്റിവിറ്റിയും നിങ്ങളെ തന്നെ അപകടപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്നെങ്കിൽ വലിയൊരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഭസ്മമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയേനെ. അത്രമാത്രം നെഗറ്റിവിറ്റി ആയിരുന്നു നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നത്. ഒരു നെഗറ്റിവിറ്റി മറ്റൊരു നെഗറ്റീവ് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു നെഗറ്റീവായിട്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടായിരുന്നത്. ഇവിടെ ലാസ്റ്റ് നിങ്ങൾ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തു. ആ ഒരു ടവർ മൂവ്മെൻറ്റാണ് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിപ്പിച്ചത്. ഈ ഒരു കഴിഞ്ഞു പോയ സമയം വളരെ കഷ്ടദായകമായിട്ടുള്ള സമയമായിരുന്നു. ആ ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ ദുഃഖങ്ങളെ അവസാനിപ്പിച്ച സമയം. ഇവിടെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരിക്കും, പക്ഷേ ഇങ്ങനൊരു സമയം വരും, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ടവർ മൂവ്മെൻറ്റ് തന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. മുന്നേ നിങ്ങൾ എന്തൊക്കെ ദുഃഖങ്ങളാണോ അനുഭവിച്ചത് അതിനോടെല്ലാം നിങ്ങൾ നന്ദി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറുന്നതാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ആ രീതിയിലായിരിക്കും മാറാൻ പോകുന്നത്. നിങ്ങൾക്ക് ശബ്ദം പോലും ഉണ്ടാവത്തില്ല, അതായത് പറയാൻ വേണ്ടി ദൈവമേ അങ്ങ് എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു അതിനെല്ലാം ഞാൻ ഒത്തിരി നന്ദിയുള്ളവളാകുന്നു അല്ലെങ്കിൽ നന്ദിയുള്ളവനാകുന്നു എന്ന് പറയാൻ പോലും വാക്കുകൾ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. ഇവിടെ ദൈവം എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. അങ്ങനൊരു ഭാഗ്യത്തിൽ നിങ്ങളെ എത്തിക്കുന്നതാണ് ദൈവം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഭാഗ്യം.
ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുക, ദൈവമേ എൻ്റെ ലൈഫിൽ എന്ത് ബ്ലാക്ക് മാജിക് ആര് ചെയ്തോ ആ ബ്ലാക്ക് മാജിക് ദൈവം ഒന്ന് മാറ്റി തരണമെന്ന് പ്രാർത്ഥന ചെയ്യുക. നിങ്ങൾ കണ്ണാലെ കാണുന്നതാണ് ആരാണോ ആ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തത് അവർക്ക് മോശം അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ മേൽ ഡൗട്ടുണ്ട്, അതായത് ഈ വ്യക്തിയാണ് നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട് നിങ്ങൾക്ക്. ഇവിടെ അവരുടെ ആ ഒരു ചെയ്ത കർമ്മത്താൽ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യക്തി എൻ്റെ മേൽ എന്ത് ബ്ലാക്ക് മാജിക് ആണോ ചെയ്തത് അത് എൻ്റെ വിട്ട് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്വയം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ആ ഒരു ബന്ധം എത്ര മനോഹരമാണ് എന്ന്. അതായത് അടുത്തുള്ള ആൾക്കാർ നിങ്ങളോട് എന്ത് സ്നേഹത്തിലാണ് പെരുമാറുന്നതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് വളരെ ബാലൻസിലായിരിക്കും പെരുമാറുന്നത്. ഓരോ ബന്ധവും അറ്റുപോവാതെ നല്ല രീതിയിൽ ശക്തമാക്കി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുന്നേയൊക്കെ എന്ത് ബന്ധം നശിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ വായിൽ തോന്നുന്നത് നിങ്ങൾ പറയും ദേഷ്യം വരുമോ. പക്ഷേ ഇനി നിങ്ങൾ അങ്ങോട്ടല്ല, ഒരു ബന്ധം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് നിങ്ങൾ കൂടെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ വർക്ക് പ്ലേസിലാകട്ടെ അവിടെയും നിങ്ങളോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേയൊക്കെ ആൾക്കാർ നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, അതായത് അവരുടെ ജോലിയും കൂടെ നിങ്ങളെ തലയിൽ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. വർക്ക് പ്ലേസിൽ ഇനി ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധി പറയും ഇത് തെറ്റാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന്. അങ്ങനെ നിങ്ങളുടെ ബുദ്ധി പറയുന്നതനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത്രയും നല്ല രീതിയിൽ സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യും. നിങ്ങൾക്ക് തന്നെ സ്വയം സംശയം തോന്നി ഞാനാണോ ഇത് ചെയ്തത് എന്ന്. അപ്പോൾ ഇതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ ഒരു കസേരയിൽ ഇരുത്തുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ഓരോ സിറ്റുവേഷൻസും അങ്ങനെ ക്രിയേറ്റ് ആവും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്കിൽ വിശ്വസിക്കേണ്ടതാണ്. നിങ്ങളുടെ ലക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുന്നതാണ്. ഇവിടെ ആൾക്കാർ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ പേരും പ്രശസ്തിയും അത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആൾക്കാർ ഒത്തിരി നിങ്ങളെ അറിയും. അതായത് നിങ്ങളെപ്പോലൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് എന്താണോ കഴിവ് ഉണ്ടായിരുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ മുന്നേ ഇങ്ങനൊരു വ്യക്തിയായിരുന്നു കാണും, അതായത് മറ്റുള്ളവരോട് കുറച്ച് മാത്രം സംസാരിക്കുന്ന ഫ്രണ്ട് സർക്കിൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലായിരുന്നു കാണും. നിങ്ങൾ ഒറ്റയ്ക്കാണ് കൂടുതലായിട്ടും സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സോ ഇല്ല, ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ആരോടും അധികം വലിയ രീതിയിൽ സംസാരിക്കാത്ത കൂട്ടത്തിലുള്ള ആളായിരുന്നു നിങ്ങൾ. പക്ഷേ ഇപ്പോൾ ആൾക്കാർ നിങ്ങളോട് അത്രമാത്രം സംസാരിക്കുന്നതാണ്, നിങ്ങളും അവരോട് അത്രമാത്രം സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി നെയിം ഫെയിം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും കണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം പൊട്ടാതെ വയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. കാരണം ഇത്രയും നല്ല പേരും പ്രശസ്തിയുള്ള ഒരാളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുക എന്നൊന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും ഇല്ലാതാവരുത് എന്ന് മറ്റുള്ളവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ, അവർ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും മറ്റുള്ളവരോട്, ഇത് എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ സിസ്റ്ററാണ്. ഇങ്ങനെ അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അത്രമാത്രം അവർക്ക് ഒരു ബഹുമാനം തോന്നും നിങ്ങളുടെ ആ ഒരു കഴിവ് കണ്ടിട്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് എന്തൊക്കെ സ്വപ്നമാണോ നിങ്ങൾ കണ്ടത് ആ സ്വപ്നങ്ങളെല്ലാം പൂർണ്ണമാകാൻ പോവുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും മോശം കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അവർക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാ സന്തോഷവും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അത് ഒരു പ്രൊട്ടക്ഷനോടുകൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സുരക്ഷിതമായിട്ടാണ് അത് ഉള്ളത്. ഇവിടെ എത്രത്തോളം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും അത്രത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങളും പെട്ടെന്ന് നടക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കൂ. എത്രത്തോളം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു അത്രത്തോളം സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും. നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും നിങ്ങൾ ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊരിക്കലും മായരുത് നിങ്ങളുടെ.
ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും ചിരിക്കാത്ത മുഖമായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ചിരിക്കുക, അതായത് ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കുന്നെങ്കിൽ നല്ല ഒരു ചിരി പാസ്സാക്കുക. ചിരിക്കുന്നതിന് നമുക്ക് ആർക്കും പൈസയൊന്നും കൊടുക്കണ്ട. എപ്പോഴും നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വേണം. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിനോട് പറയുക, ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് ഏതെങ്കിലും രീതിയിൽ എനിക്ക് തരണം. ഏതെങ്കിലും റീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജിലൂടെ, സ്വപ്നത്തിലൂടെയോ, ഏത് രീതിയിലായാലും എനിക്കിതിൻ്റെ ഉത്തരം ലഭിക്കണം എന്ന് നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ ഒരു ചോദ്യം എന്ന് പറയാൻ വേണ്ടി അമ്പലത്തിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ ഒരു പൂജ മുറി ഉണ്ടെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിങ്ങളുടെ വിളി കേൾക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മോചനം ലഭിച്ചിട്ടുണ്ട്. അത് തലയിലൊരു ഭാരം എപ്പോഴും തോന്നിക്കൊണ്ടിരുന്ന അതിപ്പോൾ ഇല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഇപ്പോൾ ഇല്ലാതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇലക്ട്രോണിക് ഐറ്റംസ് വീണ്ടും വീണ്ടും മോശമായി കൊണ്ടിരിക്കണം. അതായത് ഒന്ന് ശരിയാക്കുമ്പോൾ അടുത്തത് മോശമാകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവത്തില്ല. ഇനി ക്യാഷ് ആവശ്യമില്ലാതെ ചിലവായിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവത്തില്ല. അതായത് 10 രൂപയുടെ സാധനം പക്ഷേ നമുക്കത് 15 രൂപ കൊടുത്തോ 20 രൂപ കൊടുത്തോ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നത് അമിതമായിട്ടുള്ളൊരു ചിലവല്ലേ അത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ ഉറപ്പായിട്ടും സെലിബ്രേഷൻ ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യണമെന്നാണ്, സെലിബ്രേഷൻ ചെയ്യണമെന്നാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തെറ്റായ സൈൻ ചിലപ്പോൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകും. എൻ്റെ കുടുംബത്തിനെയും എന്നെയും രക്ഷിക്കണേ ദൈവമേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സൈൻ അനുസരിച്ച് നിങ്ങളുടെ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളിനെ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ സ്വന്തക്കാരെ എല്ലാം രക്ഷിക്കും. നിങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ ആ ഒരു സമയമാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാരെ ആലോചിച്ച് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നും പറ്റത്തില്ല, അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ആർക്കേഞ്ചൽ മൈക്കിളിനോട്. ഇവിടെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഫലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ നല്ലത് പറയുന്നത് അത് നടക്കും. ചില സമയം നിങ്ങൾ ചിന്തിക്കുന്നത് പോലും പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസിൻ്റെ ആ ഒരു കുറവുണ്ട്. അത് നിങ്ങൾ ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ആവശ്യമില്ലാതെ നിങ്ങൾ ഓരോ കാര്യത്തിനും ടെൻഷൻ അടിക്കുകയാണ്. ഒരു വിശ്വാസം വയ്ക്കൂ, ആർക്കും ഒന്നും സംഭവിക്കത്തില്ല, എനിക്ക് വിജയിക്കാൻ സാധിക്കും, എനിക്ക് സക്സസ്സിലെത്താൻ സാധിക്കും, അങ്ങനെ എല്ലാത്തിലും ഒരു വിശ്വാസം വയ്ക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ നിങ്ങൾക്ക് ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. അതായത് ചില ആൾക്കാരുണ്ട് ലൂസായിട്ട്, അതായത് അവരുടെ സൈസ് ആയിരിക്കത്തില്ല, സൈസ് ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നിട്ടും ആ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കും. അതൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ശരീരത്തിന് ഒതുങ്ങുന്ന നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് തോന്നും. ഈ വസ്ത്രം എനിക്ക് നല്ല ചേരുന്നുണ്ട്, നല്ല എൻ്റെ ശരീരത്തിന് നല്ല ചേരുന്നുണ്ട്, അങ്ങനെ തോന്നും. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് സൂട്ടാവുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു ഇത് നിങ്ങൾ കൊണ്ടുവരിക. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ എനിക്കിപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, ഞാനിപ്പോൾ ഏത് സാഹചര്യത്തെയും പോരാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്, ഞാൻ സന്തോഷം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിൽ സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഇവിടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എങ്കിൽ പിതാവിനോട് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ള അങ്ങനെ ഉള്ള ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മോശം രീതിയിൽ അവർക്ക് വിഷമം വരുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഫാമിലി മെമ്പറിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
ഇവിടെ ഞാൻ പറയുന്നത് കുറച്ചൊന്ന് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ജോലി എന്താണോ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആരെങ്കിലും തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞ് തടസ്സപ്പെട്ടിരിക്കുന്ന ആളല്ല നിങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ എത്തണം എന്നുള്ള ചിന്തയുള്ള ആളാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അമിതമായിട്ടുള്ള ചിന്ത മാറുന്നതാണ്. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്റ്റോപ്പാക്കി വച്ചേക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോപ്പ് മോഡിൽ നിന്ന് മാറുക. എന്നിട്ട് നിങ്ങൾ പോവുക മുന്നോട്ട്. ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോട്ട്സ് വരികയാണ്, അതായത് എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എന്ന് തോട്ട്സ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ സോണിൽ നിങ്ങളാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. അത് നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലേ ഭൂമിയിൽ, നിങ്ങളെക്കൊണ്ട് എല്ലാം കഴിയും എന്ന് തന്നെ ചിന്തിക്കുക. അത് നാളെ എനിക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് ആര് ചെയ്യും അങ്ങനെ ചിന്തിക്കുക. എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോഴേ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് നീന്തൽ പഠിക്കണം. 10 പേര് ചേർന്ന് നിങ്ങളെ നീന്താൻ പഠിപ്പിക്കത്തില്ല. അവർ ഡയറക്ഷൻ പറഞ്ഞത് ഇന്ന പോലെ ഇന്ന രീതിയിൽ നീന്താൻ പഠിക്കണമെന്ന്. അതേപോലെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് ശരിയായിട്ട് മുന്നോട്ട് പോവാൻ. അപ്പോൾ നിങ്ങൾ പതുക്കെ നീന്തൽ പഠിക്കും. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളെ പഠിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ കൂടെ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ആ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കാൻ സഹായിക്കും അവർ. അല്ലാതെ എക്സാം എഴുതാൻ നിങ്ങൾക്കൊറ്റയ്ക്കേ സാധിക്കത്തുള്ളൂ. ഇവിടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയത് എന്താണോ അത് നിങ്ങൾ ഫ്യൂച്ചറിൽ കൊണ്ടുവരിക. അതായത് നമ്മൾ പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷെ പോകെ നിങ്ങളത് പഠിച്ചെടുക്കും. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ഏഞ്ചൽസിലും യൂണിവേഴ്സിലും ബിലീവ് വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടക്കുന്നതാണ്. അതായത് അസാധാരണമായിട്ടുള്ള ലൈഫ് ജീവിക്കുക. അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അതായത് എല്ലാവരും സാധാരണ ലൈഫായിരിക്കും ജീവിക്കുന്നത്, പക്ഷെ നിങ്ങൾ അസാധാരണമായിട്ടുള്ള ലൈഫായിരിക്കും ജീവിക്കുന്നത്. അതായത് നാച്ചുറലി യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫീലാകും എൻ്റെ കൂടെ എൻ്റെ യൂണിവേഴ്സ് ഉണ്ട് എന്ന്. ഇവിടെ നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എത്ര തന്നെ ആൾക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ അങ്ങനൊരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടിരുത്തുന്നതാണ് ദൈവം. മറ്റുള്ളവർക്ക് എപ്പോഴും ആ ഒരു കസേര കണ്ട് മോഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഇരിക്കുന്നതാണ് ആ കസേരയിൽ. അത്രയ്ക്ക് പേരും പ്രശസ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരും ഇനി നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു പേരും പ്രശസ്തിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, അതായത് മാരേജിനായിക്കൊള്ളട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ആൾക്കാർ പെട്ടെന്ന് നിങ്ങളെ ക്യാച്ച് ചെയ്യുന്നു. എല്ലാവരും നിങ്ങളെ നോക്കുന്നു. നിങ്ങൾക്ക് പക്ഷെ അവരെ അറിഞ്ഞ പോലും കൂടാ, പക്ഷെ അവർ സാധാരണമായിട്ടൊരു വ്യക്തിയായിട്ട് പോലും നിങ്ങളെ പെട്ടെന്ന് അവർ നോക്കുന്നു, ക്യാച്ച് ചെയ്യുന്നു. അത് നിങ്ങൾ നല്ല വൃത്തി ഒരുങ്ങി ആയിട്ടല്ല പോകുന്നത്, എന്നിട്ട് പോലും ആൾക്കാർ നിങ്ങളെ നോക്കുന്നു. അത് മറ്റുള്ളവർ കാണുന്നുണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ കാണുന്നുണ്ട്. അവർ വിചാരിക്കും നമ്മൾ പോലും പോയാൽ ആരും നോക്കുന്നില്ല, ഇവർ പോയപ്പോൾ എന്താ എല്ലാവരും നോക്കുന്നത് എന്ന്. ഇവിടെ ഇതൊരു ചെറിയ ഒരു സൂചനയാണ് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ. അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സന്തോഷമാണ് തരാൻ പോകുന്നത് എന്നതിനുള്ള ഒരു സൂചന മാത്രമാണ് ഇത്. അതായത് എല്ലാവരും ഇരിക്കുകയാണ്, പക്ഷേ ഇത്രയും പേര് എന്നിട്ടും നിങ്ങളെ ആൾക്കാർ എന്തുകൊണ്ട് നോട്ടീസ് ചെയ്യുന്നു? കാരണം നിങ്ങളെ ആരും ഇനി ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയം നിങ്ങളുടെ അതേ വസ്ത്രധാരണ രീതി നിങ്ങളുടെ ശത്രുക്കൾ ഫോളോ ചെയ്യും, പക്ഷെ അവർക്ക് നിങ്ങൾ കിട്ടിയ ആ ഒരു പരിഗണന ലഭിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ഊർജ്ജം അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കണ്ണിലൊരു ആകർഷണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ട് എന്ന്. കാരണം മാരേജ് ഇത്രയും വലിയ ഒരു മാരേജ് ഫംഗ്ഷനിൽ പോലും ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക്.
ഇവിടെ ലൈഫിലും നിങ്ങൾ അങ്ങനെ എന്തോ അച്ചീവ് ചെയ്യും. ആ ഒരു അച്ചീവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതായിട്ടും പിന്നെ ആർക്കും നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വളരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഖ്യാതനാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പ്രശസ്തരാകുമ്പോഴാണ് അവരുടെ കൂടെ ഉള്ളവർ ഇതെൻ്റെ ബന്ധുവാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ ഒരു ഓറ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു പവർഫുള്ളായിട്ടുള്ള ഓറയാണ്. ഇനി വിജയം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. ഇനി അങ്ങനെ ഒരിക്കലും സംഭവിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആകും. നിങ്ങൾക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ട അവസ്ഥ വരും. ലൈഫിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ കൂടെ പോകണമെന്നുള്ള കാര്യം ഈശോനറിയാം. നമ്മൾ ആ ഡയറക്ഷനിൽ കൂടെ പോയില്ലെങ്കിൽ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഗോൾഡൻ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനൊരു സപ്പോർട്ടാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുട്ടിത്വം നിറഞ്ഞ ഭാവം, ഭയങ്കരമായിട്ട് ചിരിക്കുക, അങ്ങനെയൊക്കെ ഭാവം വരുമ്പോൾ അതിനെ തടയരുത്. അങ്ങനെ ആ ഒരു ഭാവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലെ മാനിഫെസ്റ്റേഷന് കാരണമാകുന്നത്. ഇവിടെ അൺസ്റ്റോപ്പബിളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളെ തടയാൻ ആർക്കും സാധിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ചിത്രശലഭത്തിനെ ഒരുമിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട്. മഴയുള്ള സീസണിൽ റെയിൻബോയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു നല്ലൊരു സൈനാണ്, ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കണ്ണിൽ. നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെയുള്ള ചേഞ്ചസ് വരുന്നതാണ്. അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഊർജ്ജയുടെ സപ്പോർട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഊർജ്ജ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ഓറ, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ ഒരു ഓറ. മറ്റതെന്ന് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ശക്തിയുടെ ആ ഒരു എനർജിയാണ്. ഇവിടെ 2 ഊർജ്ജയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ 2 ഊർജ്ജവും എപ്പോഴും എനി ടൈം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ 2 ഊർജ്ജയുടെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പല സമയത്തും നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ പോയ സമയത്തെല്ലാം നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമല്ലേ? ഏതോ ഒരു ശക്തി എന്നെ പിടിച്ചു വച്ചു, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി എന്നെ സംരക്ഷിച്ചു എന്ന്. ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഈ 2 എനർജിയും തരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ സെൻട്രൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓറ വേറൊരു രീതിയിൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഓറ അല്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഓറ. ഇവിടെ ഒത്തിരി ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഓറ മാറുന്നതിൻ്റെ കാരണം എന്താ? നമ്മളുടെ സ്റ്റാറ്റസ് കൂടുമ്പോൾ നമ്മുടെ ആ ഒരു ഓറയും നല്ല പവർഫുൾ ഓറയായിട്ട് മാറും. ഇവിടെ നിങ്ങളുടെ ഓറയിൽ സർവ്വസിദ്ധി യോഗം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ ഒരു ലാഭം നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ നാളെ ഒരു സമയം നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും അതിലൊരു ലാഭം ഉണ്ടാകും. അതാണ് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾഡൻ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇന്നൊരു പുതിയ റീഡിങ്ങിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.